ജോയ് സ്റ്റുഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർണാടകയിലെ ഹസനിൽ നിന്നും ബേലൂരിൽ നിന്നും ഒരു മാസം മുൻപ് പിടിച്ച 2 ആനകളാണ് ഇപ്പോൾ കേരളത്തിലെത്തിയത്. ഒന്ന് തണ്ണീർക്കൊമ്പൻ, അവനെ മൈക്കോടി വെച്ച് പിടിച്ച് കൊണ്ടുപോയി അവൻ ചരിയുവാനിടയായിത്തീർന്നു. രണ്ടാമത് കേരളത്തിലേക്ക് എത്തിയത് ബേലൂർ മകൻ എന്ന ആനയാണ്. അവൻ ഉപദ്രവകാരിയാണ്. കഴിഞ്ഞ ദിവസം അവന് ഇവിടെ ഇറങ്ങി ഒരാളെ ഭവനത്തിനകത്ത് കയറി കൊല്ലുവാനിടയായിത്തീർന്നു. അവൻ ആക്രമണകാരിയാണ്. അവനെ പിടിക്കുവാൻ വേണ്ടിയുള്ള ദൗത്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് ബേലൂർ മേഖന മിഷൻ. പക്ഷെ ഒരു കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട്. ഈ 2 ആനകളെ ഒരു മാസം മുൻപ് പിടിച്ചിട്ട് അവർ അവിടുന്ന് അതിനെ പിടിച്ച് കൊണ്ടുവന്ന് നിർത്തിയത് എവിടെയാണെന്നൊരു ബന്ദിപ്പൂരിലുള്ള വനത്തിൽ വിട്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കർണാടകയുടെ സ്ഥലമായ മൂലഹള്ളിയിലാണ് ഈ ആനകളെ കൊണ്ടുവിട്ടത്. അവിടുന്ന് കേരളത്തിലേക്ക് ഇറങ്ങുവാൻ എളുപ്പമാണ്. അവൻ അവിടുന്ന് പെട്ടെന്ന് മാനന്തവാടിയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കുമൊക്കെ ഇറങ്ങി വരുവാൻ സാധ്യതയുണ്ട്. ഇത് അറിയാവുന്ന കൊണ്ടാണോ അങ്ങനെ തന്നെ വിട്ടതെന്നുള്ളതാണ് ഒരു സംശയം. കുറുവാദ്വീപിനൊക്കെ അടുത്ത് എത്തുവാൻ, അതിൽ കൂടെ കയറി വന്നു കഴിഞ്ഞാൽ കുറുവാദ്വീപിന് അടുത്തെത്തുവാനും അത് കഴിഞ്ഞാൽ ആ വനത്തിൽ കൂടെ തന്നെ അവനെ മാനന്തവാടിയിലേക്ക് വരുവാനൊക്കെ എളുപ്പമാണ്. കാരണം ഞാൻ ആ ഭാഗത്തൊക്കെ പോയിരുന്നു കൊണ്ട് എനിക്കത് നന്നായി അറിയുവാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഞാൻ ആ ഭാഗങ്ങളിലെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട്. അന്നൊക്കെ അവിടെ നമ്മൾ ആനകളെ കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉപദ്രവകാരിയായ ഒരു ആനയെ ബന്ദിപ്പൂരിൻ്റെ മറുവശത്താണ് വിട്ടെങ്കിൽ അവൻ ഗുണ്ടല്ലൂർ പ്രദേശത്തേക്ക് ഇറങ്ങുകയും അവിടെ കൃഷിസ്ഥലങ്ങളും ഒക്കെ ഉള്ള ആ കൃഷിസ്ഥലങ്ങളൊക്കെ വ്യാപകമായി നശിപ്പിക്കാൻ ഇടയായി തീരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള മൂലഹള്ളിയിൽ ഈ ആനകളെ കൊണ്ടുവിടുവാൻ ഇടയായി തീർന്നു. ആനകൾക്ക് അറിയത്തില്ലല്ലോ കേരളത്തിൻ്റെ അതിർത്തിയാണ്, കേരളമാണ്, കർണാടകയാണ്, അവിടെ പോകാൻ പാടില്ല, ഞാൻ കർണാടകയിലുള്ളവനാണെന്നൊന്നും ആനയ്ക്കറിയത്തില്ല. അവനെവിടെ തീറ്റയും വെള്ളവും ലഭിക്കുമോ അവിടത്തേക്ക് അവൻ യാത്ര ചെയ്യും. പോരാത്തതിന് ഇപ്പോൾ ഒരു പ്രത്യേക കാലാവസ്ഥ അനുസരിച്ച് കർണാടകയിലും തമിഴ്നാട്ടിലും വരണ്ട അനുഭവത്തിലേക്ക് പോവുകയാണ്. ഇലപൊഴിയും കാടുകളാണ് കർണാടകത്തിലും തമിഴ്നാട്ടിലുമുള്ളത്. ചൂടും വെള്ളത്തിൻ്റെ ലഭ്യത കുറവും തീറ്റയുടെ ലഭ്യത കുറവും കൊണ്ട് ഇത് ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് ഇടുക്കി ഭാഗങ്ങളിലേക്കും കർണാടകയിൽ നിന്നും വയനാട്ടിലേക്കും ഒക്കെയാണ് ആനകൾ വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ധാരാളമായി ആനകളും ആനക്കൂട്ടങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. ചിലരൊക്കെ ഒറ്റയാന്മാരായിട്ട് ടൗണിൻ്റെ നടുക്കിലൊക്കെ വന്നുപെടുവാൻ തക്കവണ്ണം കാരണമായിത്തീരുന്നത്. ഇത് രണ്ടും റേഡിയോ കോളർ ധരിപ്പിച്ച ആനകളാണ്. റേഡിയോ കോളറിൻ്റെ സിഗ്നലുകൾ അവർക്ക് ലഭിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് ഇറങ്ങുവാൻ ഈ ആനകളെ സമ്മതിക്കാതെ തടസ്സപ്പെടുത്തി തിരിച്ചു വിടാൻ ഇടയായിത്തീർന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ആന നടന്ന് മറുവശം ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ദേശങ്ങളിലേക്ക് തന്നെ, അവരുടെ കൃഷിസ്ഥലങ്ങളിലേക്ക് തന്നെ, അവരുടെ ഹള്ളികളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവിടെയുള്ള ആളുകൾക്ക് അത് ദോഷമായി തീരുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പോകുന്നിടത്തോട്ട് പോകട്ടെന്ന് പറഞ്ഞ് കർണാടക വനം വകുപ്പ് അവർ നിരുത്തരവാദിത്വപരമായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യം മറന്നു പോകരുത്. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ മതിയാകൂ. ഇവർ പിടിക്കുന്ന ആനകളെ അവർ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും പാർപ്പിക്കുകയോ അതല്ലെങ്കിൽ അവരെ കാട്ടിൽ വിട്ടുകഴിഞ്ഞാൽ അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാതിരിക്കുവാൻ തക്കവണ്ണം അവരെ തടഞ്ഞു നിർത്തി അതിനെ കാട്ടിൽ തന്നെ നിർത്തുവാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതാണ്. അതിന് നമ്മുടെ ഗവൺമെൻറ്റും അതിന് ഉത്തരവാദിത്വപ്പെട്ടവരാണ്. പക്ഷേ ഗവൺമെൻറ് ഒന്നും അതിന് അനങ്ങുന്നില്ലല്ലോ. അവർക്ക് അതിന് സമയമുണ്ടോ? ഇന്ന് എന്തായാലും ബേലൂർ മകനെ പിടിക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. ദൗത്യസംഘം അതിനുവേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. ആനയുടെ സിഗ്നൽ കിട്ടി. ഓപ്പറേഷൻ ബേലൂർ മഗ്ന. പടമലയിലിറങ്ങിയ ആളെ കൊല്ലി കാട്ടാനയെ പിടിക്കാൻ ദൗത്യസംഘം എത്തി. കുങ്കിയാനകൾ ബാവലിയിൽ. ട്രാക്കിംഗ് ടീം കാട്ടിൽ കയറി. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ മാനന്തവാടിയിലെത്തി. ദൗത്യത്തിന് 5 DFOമാരുണ്ട്. വെറ്റിനറി ഓഫീസർമാരും ദൗത്യസംഘത്തിനൊപ്പമുണ്ട്. ആനയുടെ സിഗ്നൽ കിട്ടി. കാട്ടിക്കുളം ബാവലി പാതയിൽ ആനപ്പാറ വളപ്പിൽ ആനയുടെ
സിഗ്നൽ കിട്ടി. ദൗത്യസംഘം ആനയെ നേരിട്ട് കണ്ടെത്താൻ കാട്ടിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇത് വളരെ അപകടം പിടിച്ച ഒരു ദൗത്യമാണ്. അവർ നിൽക്കുന്നത് ഏകദേശം 3.5 കിലോമീറ്റർ വനത്തിനുള്ളിലാണ് ഇപ്പോൾ ആ മോഴയാന നിൽക്കുന്നത്. അവൻ അപകടകാരിയാണ്. കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ്. അവനൊരു ഭവനത്തിനകത്ത് പടികൾ കയറി ചെന്ന് ഒരു വ്യക്തിയെ ചവിട്ടിക്കൊല്ലുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് അവൻ അവിടുന്ന് കാട്ടിലേക്ക് നീങ്ങിയത്. അവനെ മയക്കുവെടി വയ്ക്കുവാൻ സമയം ലഭിക്കണം. അതുമാത്രമല്ല, അതിനൊത്ത സാഹചര്യം ഉണ്ടാകണം. അവൻ വനത്തിനകത്തായതുകൊണ്ട് മറ്റ് കാട്ടുമൃഗങ്ങളും വന്യമൃഗങ്ങളും അതിനകത്തുള്ളതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അവനെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ തന്നെയും ഏകദേശം 45 മിനിറ്റോളം അവൻ മയങ്ങാൻ നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബൂസ്റ്റർ വെടി അവന് നൽകുവാൻ പറ്റുകയുള്ളൂ. മയക്കുവെടി വെച്ചതിന് ശേഷം അവനെ കാലിൽ ബന്ധിക്കണം. അത് കഴിഞ്ഞ ശേഷം അവനെ ലോറിയിലേക്ക് കയറ്റണം. എല്ലാം കൊണ്ടും വളരെ അപകടം നിറഞ്ഞ ഒരു സാഹചര്യമാണ്. മയക്കുവെടി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ആന എങ്ങോട്ടാണ് പോകുന്നത്, അവൻ്റെ യാത്ര എങ്ങോട്ടാണെന്ന് ആർക്കും നിശ്ചയിക്കുവാൻ പറ്റുകയില്ല. തിരിഞ്ഞ് ആൾക്കാരുടെ ഇടയിലേക്കാണ് വരുന്നതെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്, കർണാടക വനം വകുപ്പിൽ ഒരു ആനയെ വെടിവെച്ച് ആന തിരിഞ്ഞ് ആ വെടിവെച്ച ആളെ ചവിട്ടിക്കൊല്ലുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവരുടെ നേരെ ആക്രമിക്കുവാനും സാധ്യതയുണ്ട്. പക്ഷേ ഇവനെ പിടിക്കാതിരിക്കാനും ഒക്കത്തില്ല. മറ്റൊരാലോചനയുണ്ട്. അവനെ വനത്തിൽ തന്നെ, അതായത് കർണാടകയുടെ വനത്തിലേക്ക് തന്നെ, ബന്ദിപ്പൂരിലേക്ക് തന്നെ അവനെ ഓടിച്ച് കയറ്റാമെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഒരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. ഇപ്പോൾ അവിടെ കാട് വരണ്ട അവസ്ഥയിലേക്കാണ്. ഇലപൊഴിയും കാടുകളാണ് കർണാടകയും തമിഴ്നാടിൻ്റെയും ഉള്ളത്. അവിടെ ചൂട് കൂടുകയും വെള്ളം കുറയുകയും തീറ്റകൾ കുറയുകയും ചെയ്യുന്നത് കൊണ്ട് ഇരു സംസ്ഥാനത്തുമുള്ള വയനാട്ടിൽ, കർണാടകയിലുള്ള വന്യമൃഗങ്ങൾ വയനാട്ടിലേക്കും തമിഴ്നാട്ടിൽ ഉള്ള വന്യമൃഗങ്ങൾ കേരളത്തിലേക്കും വരുവാൻ സാധ്യതകൾ ഏറെയാണ്. ഇപ്പോൾ ആനകൾ കൂട്ടം കൂട്ടമായി അവർ തീറ്റ തേടിയും തണൽ തേടിയും വെള്ളം തേടിയും അവർ യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവനെ അങ്ങോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാലും വീണ്ടും അവൻ തിരിച്ച് ഇവിടത്തേക്കിന് വരും. കാരണം അവൻ നേരത്തെ ഇവിടെ ഇറങ്ങിയിട്ടുള്ളതാണ്. അവന് സ്ഥലങ്ങളൊക്കെ പരിചയമുണ്ട്. ആൾക്കാരുമായിട്ട് നല്ല പരിചയമുണ്ട്. അസലിലൊക്കെ ഇറങ്ങിയവനാണ്. അതുമാത്രമല്ല, കുറുവാദ്വീപിലൊക്കെ ഇറങ്ങിയതുകൊണ്ട് അവൻ ആ ദേശമൊക്കെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടും അവൻ വീണ്ടും അവിടെ വരുവാൻ സാധ്യതയുണ്ട് എന്ന് ആ ഒരു നിഗമനത്തിലുണ്ട്. അപ്പോൾ തന്നെ ജനങ്ങളുടെ വിശ്വാസവും അവരുടെ പ്രശ്നത്തിന് പരിഹാരവും സമരത്തിന് പരിഹാരവും ഒക്കെ കണ്ടെത്തണമെങ്കിൽ, ഒരു വ്യക്തി മരിച്ചതാണ്, അതിനൊക്കെ കണ്ടെത്തണമെങ്കിൽ, അവരുടെ വിശ്വാസം നേടിയെടുക്കണമെങ്കിൽ, അവർ പറഞ്ഞ വാക്കുകൾ, അതായത് ഉദ്യോഗസ്ഥർ പറഞ്ഞ വാക്കുകളൊക്കെ പാലിക്കണമെങ്കിൽ ഇവനെ മയക്കുവെടി വെച്ച് മുത്തങ്ങയിലേക്ക് കൊണ്ടുപോയെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. അതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. പക്ഷേ അത് വളരെ റിസ്കി ആയുള്ളൊരു പണിയാണ്. മറ്റ് കാട്ടാനകളെ പീറ്റിസവനെയോ തണ്ണീർക്കൊമ്പനെയോ അരിക്കൊമ്പനെയോ ഒന്നും വെടിവെച്ച പോലുള്ളൊരു സാഹചര്യവുമല്ല, ചുറ്റുപാടുമല്ല. ഇവൻ കാടിൻ്റെ മധ്യത്തിലാണ് നിൽക്കുന്നത്. 3.5 കിലോമീറ്റർ അകത്തുണ്ട്. അവൻ വീണ്ടും കാട്ടിനകത്തേക്ക് കയറുവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഇവർക്ക് ഒരു പരീക്ഷണമാണ്. അതുമാത്രമല്ല, അവരെ ട്രാക്ക് ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ലോറിയിലേക്ക് കയറ്റണമെങ്കിൽ അവിടെ ഷവർ കൊണ്ടുവന്ന് മണ്ണ് പൊക്കി തിട്ടയുണ്ടാക്കിയതിന് ശേഷം അതിൽ കൂടെ വേണം കയറ്റുവാൻ. അവിടെയെല്ലാം പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലങ്ങളാണ്. ഇതെല്ലാം അവരെ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എങ്കിലും വെറ്ററിനറി ഓഫീസർമാരും 5 DFOമാരുടെ നേതൃത്വത്തിൽ അവനെ കണ്ടെത്തുന്നതിന് വേണ്ടി അവർ കാട്ടിലേക്ക് കയറിക്കഴിഞ്ഞു. ആനയുടെ സിഗ്നൽ കിട്ടിയതുകൊണ്ട് അവൻ നിൽക്കുന്ന സ്ഥലം അന്വേഷിച്ച് അവർ കാട്ടിനുള്ളിലേക്ക് കയറിക്കഴിഞ്ഞു. ഇന്ന് തന്നെ അവനെ പിടിക്കും എന്നാണ് അറിവ് കിട്ടിയിരിക്കുന്നത്. ദൗത്യസംഘം റോഡിൽ നിന്നും 3.5 കിലോമീറ്റർ അകലെയുള്ള വനത്തിലേക്ക് കയറി. കുങ്കിയാനകളും ദൗത്യസംഘവും ബേലൂർ മേഘനായുടെ ചുറ്റും വളഞ്ഞു. ഇവരുടെ നീക്കങ്ങളറിഞ്ഞ് ആന വീണ്ടും ഉൾവനത്തിലേക്ക് മാറുവാൻ തുടങ്ങി. അവർ വൈകുന്നേരം വരെയും അതിനെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് കിട്ടുമ്പോൾ മയക്കുവെടി വയ്ക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും കൂടിയായിരുന്നുവെങ്കിലും അവരുടെ മിഷൻ ദൗത്യം പരാജയപ്പെട്ടു. കാരണം അങ്ങനെയുള്ളൊരു സ്ഥലമാണ്
മറ്റ് വന്യമൃഗങ്ങളും അവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് അവരുടെ ജീവൻ പണയം വെച്ചാണ് അവർ ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. കുങ്കിയാനികളും ഉണ്ടായിരുന്നുവെങ്കിലും ആന ബുദ്ധിപൂർവം ഉള്ളിലേക്ക് പോകുവാൻ തുടങ്ങിയതുകൊണ്ട് ആ ദൗത്യം പരാജയപ്പെട്ടു. അവർ മടങ്ങി വന്നു. മടങ്ങി വരുന്ന വഴി അവരെ നാട്ടുകാർ തടഞ്ഞു വെച്ചു. നാട്ടുകാർ ചോദിക്കുന്നത് ഞങ്ങൾ രാത്രിയിൽ എങ്ങനെ കിടന്നുറങ്ങും എന്നാണ് അവർക്കുള്ള ഭയം. അത് കാരണം അവരെ തടഞ്ഞു വെച്ചാണ് അവിടെ ആൾക്കാർ നിന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അവരുടെയും ജീവൻ പണയം വെച്ചിട്ടാണ് അവർ നിന്നത്. അവരെ കുറ്റം പറയാൻ സാധ്യമാകത്തില്ല. ആന ഉള്ളിലോട്ട് വലിഞ്ഞത് മുഖാന്തരം അവരും തിരിച്ചു മടങ്ങേണ്ടി വന്നു. അങ്ങനെ ആ മിഷൻ പരാജയപ്പെട്ടു. നാളെ വീണ്ടും മിഷൻ തുടങ്ങും എന്നാണ് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.